ഹലോ, വെൽക്കം ടു സിസി യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പഞ്ച് നീഡിലിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചെയ്യുന്ന ആൾ ഞാനല്ല, അമ്മു ആണ്. അമ്മു ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അമ്മു ആണ് ഇന്നത്തെ ഇവിടെ ആളിവിടെ ഉണ്ട്. അപ്പോൾ പഞ്ച് നീഡിലിങ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, അങ്ങനെ ഭയങ്കര എന്താ പറയുക പ്രൊഫഷണലായിട്ടൊന്നുമില്ല, എന്നാലും നമുക്ക് പറ്റുന്ന രീതിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫുള്ള് നീഡിൽ എങ്ങനെയാണ് കോർക്കണത്, എല്ലാ ഫുൾ സംഭവങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം അല്ലേ. ഫസ്റ്റ് ടൈമാണ് ഞാനത് ചെയ്യാൻ പോകുന്നത്. ഐ റിയലി എക്സൈറ്റഡ്. ഇപ്പോൾ പഞ്ച് നീഡ്ലിംഗ് നോർമലി നമ്മുടെ എംബ്രോയിഡറി ഒക്കെ നമ്മൾ ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ എംബ്രോയിഡറി ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ഈസിയാണ് നമുക്ക് ഈ പഞ്ച് നീഡ്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ നീഡിലൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സ്പെഷ്യൽ ക്ലോത്ത് ഉണ്ട്. അപ്പോൾ ഞാൻ ആ സംഭവങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ നമുക്ക് ഈ പഞ്ച് നീഡ്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ക്ലോത്ത് നമ്മുടെ നോർമൽ ക്ലോത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്പെഷ്യൽ ക്ലോത്ത് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ക്ലോത്ത്. അപ്പോൾ ഇതിൻ്റെ പേര് മോങ് ക്ലോത്ത് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ക്ലോത്തിൽ വേണം നമ്മൾ ആ പഞ്ച് നീഡ്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ കണ്ടോ, ഈ എന്താ പറയുക നൂലിൻ്റെ ഇഴകളൊക്കെ ഇങ്ങനെ കുറച്ചും കൂടെ ഗ്യാപ്പിലാണുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഇത് ഒരു സെറ്റാണ്, ഒരു ഫുൾ സെറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അതിനകത്ത് നീഡിൽ, ഈ ക്ലോത്ത്, അതുപോലെ ത്രെഡ് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അമ്മുവിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതല്ലാതെ നമുക്ക് ഓരോന്നായിട്ടും ആമസോണിൽ നിന്നൊക്കെ നമുക്കിത് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇതിനാവശ്യമുള്ള ക്ലോത്ത് ഇതാണ് കേട്ടോ. ഈ ക്ലോത്തിലാണ് നമ്മൾ പഞ്ച് നീഡ്ലിംഗ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നീഡിൽ ഇതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഹോളുണ്ട് കണ്ടോ, ഇവിടെ ഒരു ഹോളുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കും. കുറച്ച് വലിയ നീഡിലാണ്. ഇതാണ് കേട്ടോ ഫുള്ളായിട്ടുള്ള നീഡിൽ. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇതിലൂടെയാണ് നമ്മൾ ത്രെഡൊക്കെ ഇടേണ്ടത്. ഇതിലൂടെ വന്നിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം ത്രെഡ് ഇടേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ പഞ്ച് നീഡ്ലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നീഡിൽ ഇതാണ്. ഇനി നമുക്ക് ഇത് പഞ്ച് നീഡ്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് വൂളൻ ത്രെഡാണ് കേട്ടോ. അപ്പോൾ ഈ സെറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇത്രയും ത്രെഡുകൾ. അപ്പോൾ ഈ വൂളൻ ത്രെഡുമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഈ തുണിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു എന്താ പറയുക നമ്മൾ ഒരു പടം വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അത് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഈ ക്ലോത്ത് എടുത്തിട്ട് നമ്മുടെ ഈ ഹൂപ്പിൻ്റെ ഉള്ളിലോട്ട് ഇടാം കേട്ടോ. നല്ല ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കണേ, ഇല്ലെങ്കിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ലൂസായ കുറച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതിട്ടിട്ട് ഹൂപ്പിലിട്ടിട്ട് നന്നായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല വലിച്ചിട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഈ ക്ലോത്ത് ഹൂപ്പിൽ വെച്ചിട്ട് മുഖം മൂടിയിരിക്കണേ. നമ്മളിപ്പോൾ ക്ലോത്ത് ഹൂപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നീഡിൽ എങ്ങനെയാണ് കോർക്കുന്നതെന്നുള്ള സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ നീഡിൽ ഓൾറെഡി കാണിച്ചു തന്നല്ലോ, ഇതാണ് നീഡിൽ. അപ്പോൾ നമുക്ക് നീഡിൽ കോർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സെറ്റിൻ്റെ കൂടെ തന്നെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നീഡിൽ കോർക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇത്. അപ്പോൾ ഇതിലിട്ടിട്ടാണ് നമ്മൾ നീഡിൽ കോർക്കുന്നത്. ഇതാണ് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് കേട്ടോ ആ സാധനം. അപ്പോൾ ഇത് ഇട്ടിട്ടാണ് നമ്മൾ നമ്മുടെ എംബ്രോയിഡറി ത്രെഡ് ഈ നീഡിലിനകത്തോട്ട് കോർക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്കിത് ത്രെഡ് എങ്ങനെയാണ് ഇടുക എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ത്രെഡറുണ്ട്, നീഡിലുണ്ട്. അപ്പോൾ ഈ നീഡിലിൻ്റെ ഇവിടെ കണ്ടോ, ഇവിടെ ഈ ബാക്ക് സൈഡിലായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഹോളുണ്ട്. അതല്ലാതെ ഇവിടെ ഒരു വലിയൊരു ഹോളുണ്ട്. അപ്പോൾ ഈ മെയിൻ ഹോളിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ ത്രെഡർ ഇട്ട് കൊടുക്കണം. അപ്പോൾ കണ്ടോ,
അതിൻ്റെ അകത്തോട്ട് നമ്മളിങ്ങനെ ത്രെഡർ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുവഴി നമുക്ക് ഈ ത്രെഡറിൻ്റെ തുമ്പ് കിട്ടും. ഈ നമ്മുടെ വൂളൻ ത്രെഡ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ത്രെഡറിൻ്റെ അകത്തോട്ട് ഇവിടെ കണ്ടോ, ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തോട്ട് നമ്മളത് ഇട്ട് കൊടുക്കണം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇപ്പം ഇത് ഇങ്ങനെയായി കണ്ടോ, ഇത്ര തുമ്പ് വേണ്ട. അപ്പോൾ ഇത്രയായിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം ഇപ്പം ഇങ്ങനെയാണ്. ഇനി നമുക്കിത് മേളിൽ നിന്ന് അങ്ങോട്ട് വലിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ നമ്മുടെ നീഡിലോട്ട് ഈ ത്രെഡ് കോർക്കാൻ പറ്റി. ഇതേ കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ത്രെഡ് കോർത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ കോർക്കുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹോളില്ലേ, ഈ ബാക്കിലുള്ള ഹോള്, ഓക്കെ, ഈ ഹോള് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ ത്രെഡ് ഇട്ട് കൊടുക്കണം. ഇടുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ ത്രെഡ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് എളുപ്പമാണ് കേട്ടോ, ത്രെഡറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കിട്ടിയോ, ഇതിൻ്റെ അകത്ത് കൂടെ നമ്മളിത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അത് ഇങ്ങനെ ഇരിക്കാം. നമ്മൾ ഈ നീഡിലിൻ്റെ ഉള്ളിൽ കൂടെ ത്രെഡ് വലിച്ചിട്ട് ഈ ബാക്കത്തെ ഹോളിൽ കൂടെ അത് ഇങ്ങനെ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ നൂല് ഇതിനകത്ത് കോർക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ നൂല് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു കുറച്ചൊരു നൂല് ഈ ഒരു ലെങ്ത്തിൽ നമ്മൾ ഇങ്ങോട്ട് ഇടണം കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഈ സെറ്റിനകത്ത് ഉണ്ടായ നൂലായതുകൊണ്ട് ഇത് ഇത്ര നീളമേ ഉള്ളൂ കേട്ടോ. ഈ നൂലിന് ഇത് കണ്ടോ, ഇത്ര നീളമേ ഉള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബോളായിട്ടൊക്കെ ഇത് വാങ്ങുവാണെങ്കിൽ നമ്മളത് എപ്പോഴും കുറച്ചിങ്ങനെ ലൂസ് ആക്കിയിട്ട് ഇടണം. ആ ഒരു റൗണ്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി വെച്ചിട്ടുണ്ടാവില്ലേ, അങ്ങനെ എടുത്തിട്ട് നമ്മൾ നൂലെടുക്കരുത്. അതിങ്ങനെ നമ്മൾ ലൂസാക്കിയിട്ട് കുറച്ച് ഇടണം. ഇല്ലെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് നൂലിങ്ങനെ ലൂസായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി പഞ്ച് നീഡ്ലിംഗ് തുടങ്ങിയാലോ. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ വരച്ചത് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, ഒരു സ്ട്രോബെറിയാണ് അമ്മ വരച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്ട്രോബെറിയുടെ ഈ ഒരു ലീഫിൻ്റെ ഈ ഏരിയ, ഇവിടെ ഈ ഒരു ലീഫിൻ്റെ ഏരിയ ഇല്ലേ, അപ്പോൾ നമ്മൾ ഗ്രീൻ ത്രെഡ് ആട്ടോ എടുത്തേക്കുന്നത്. അവിടെ നിന്ന് നമുക്കിപ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നീഡിലിൻ്റെ ഈ പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഈ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം നമ്മൾ ഏത് ഡയറക്ഷനിലോട്ടാണോ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡയറക്ഷനിലോട്ട് ഇരിക്കണം ഈ ഓപ്പൺ ആയിട്ടുള്ള ഈ ഭാഗം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് റൈറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് ഇങ്ങനെ പോകാനാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഈ സൈഡിലോട്ട് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മളത് ഇങ്ങനെ കുത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ബാക്ക് സൈഡിൽ നിന്ന് ആ നൂല് നമ്മൾ പുറത്തോട്ട് എടുക്കണം കേട്ടോ. ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും വരുന്ന ആ ഒരു നൂല് നമ്മളിങ്ങനെ ബാക്കിൽ നിന്ന് എടുത്ത് പുറത്തോട്ട് ഇടണം. എന്നിട്ട് അങ്ങനെ പഞ്ച് ചെയ്യണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അത് പൊക്കിയെടുക്കുക. എന്നിട്ട് അടുത്ത ഭാഗത്തോട്ട് പിന്നെ നമ്മൾ കുത്തുക. വേണ്ട, ഒരു ബാക്ക് മതി. കുത്തുക, പിന്നെ കണ്ടോ, അങ്ങനെ കുത്തുക, പിന്നെ എടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ അത് പൊക്കുമ്പോഴുണ്ടല്ലോ അധികം നമ്മൾ പൊക്കരുത്, പെട്ടെന്ന് ഒരുപാട് ഹൈറ്റ് താഴോട്ട് പൊക്കരുത്. നമ്മൾ ഇത് പഞ്ച് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ഈ നീഡിൽ ഫുൾ അകത്തോട്ട് പോകുന്ന പോലെ നമ്മൾ പഞ്ച് ചെയ്യണം. എടുക്കുന്ന സമയത്ത് ഇത് ഫുള്ളായിട്ട് അധികം പുറത്തോട്ട് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇത് ഒരു ബേസിക് സ്റ്റിച്ചാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ബേസിക് സ്റ്റിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ഇതിലോട്ട് ഇങ്ങനെ ചെയ്ത് പോവാം. അപ്പോൾ അതേ നമ്മുടെ സ്ട്രോബെറിയുടെ ഞെട്ടി നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പം അമ്മൂസിനി ലീഫ് ചെയ്യാണ് കേട്ടോ. കണ്ടോ, കാണുന്നില്ലേ, വെറുതെ ജസ്റ്റ് ഇങ്ങനെ പഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയേ. ഈ ബോർഡർ എടുക്കണോ? ഈ ബോർഡർ അത് താഴോട്ട് ഇങ്ങനെ ഇത് ഇവിടെ കുത്തിക്കോ. ഇത് ഇവിടെ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇനി താഴോട്ട് വെക്കോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ടൈം പോവാൻ വേണ്ടിയിട്ടുള്ളൊരു സൂപ്പർ ഒരു സംഭവമാണ്. ഇനി മുകളിലോട്ട് വെക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ടൈം പാസിനെ പറ്റി നല്ലൊരു അടിപൊളി സംഭവമാണ് കേട്ടോ. കാരണം മൊബൈലും ഗെയിമൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ കുറച്ചൊരു റെസ്റ്റൊക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷനൊക്കെ തുടങ്ങി നാട്ടിൽ. അപ്പോൾ വെക്കേഷൻ സമയത്തൊക്കെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു എന്താ പറയുക, ടൈം പാസ് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ഇങ്ങനെ വെക്കും. ടൈം പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സംഭവമാണ് കേട്ടോ ഇത്.
അപ്പോൾ പഞ്ചിൽ നീഡ്ലിംഗ് ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമസോണിലൊക്കെ ഈ ക്ലോത്തും ഈ ത്രെഡ് നീഡിലെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വെക്കേഷന് സമയത്ത് കുട്ടികൾക്കൊരു ടൈം പാസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വാങ്ങിക്കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ നീഡിൽ മുകളിലോട്ട് പൊക്കുന്ന സമയത്ത് അധികം പൊക്കാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അധികം കണ്ടോ, പെട്ടെന്ന് തന്നെ നമ്മൾ ആക്കണേ, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും സ്റ്റിച്ച്. അപ്പോൾ ഇവിടെ നമ്മളിത് ഗ്രീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ലീഫൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ചെയ്യാൻ പോണേ? റെഡാണോ യെല്ലോയാ സീഡ് കൊടുക്കാനാ? ഓക്കെ, അപ്പോൾ അമ്മ ഇനി യെല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് നീഡിലവിടെ കോർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അത് ചെയ്യാം. അങ്ങനെ അമ്മൂസ് ഇവിടെ അതേ യെല്ലോ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സീഡ് യെല്ലോ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല റിലാക്സിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. നല്ല എന്താ പറയുക, നമ്മുടെ മൈൻഡൊക്കെ നന്നായിട്ട് ഫ്രീ ആക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് ഈ പഞ്ച് നീഡ്ലിംഗ്. എംബ്രോയിഡറി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്താണെങ്കിലും ഇത് ഇഷ്ടപ്പെടും. ഇപ്പോൾ ഇത് ഇവിടെ നൂലൊക്കെ ഇവിടെ കുറച്ചിങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. അത് നമ്മളിങ്ങനെ ബാക്കിൽ നിന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് സെറ്റ് ആയിക്കോളും. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് വലിച്ചു കൊടുക്കാം. താഴെ നിന്ന് വലിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ പൊങ്ങി നിൽക്കുന്നതൊക്കെ നല്ല കറക്റ്റ് സെറ്റായിട്ട് വരും. ഇപ്പോൾ കഴിഞ്ഞോ? യെല്ലോ ചെയ്ത് കഴിഞ്ഞോ? ഇനി നമുക്കിപ്പോൾ ഈ നീഡിൽ കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ മുകളിലോട്ട് തന്നെ എടുക്കണം. നീഡിൽ അങ്ങനെ പൊക്കി പിടിച്ചിട്ട് നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നമുക്കിനി ഇത് ത്രെഡ് ഇനിയിപ്പോൾ അമ്മൂന് അടുത്ത ഭാഗത്തോട്ട് പോകണമല്ലോ. അപ്പോൾ ഇത് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് പൊക്കി പിടിച്ചിട്ട് നീഡിൽ പുറത്തോട്ട് എടുക്കണേ. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നോർമലി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അടുത്തത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അങ്ങനെ കണ്ടിന്യൂസ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ? ഫസ്റ്റത്തെ നമ്മളിങ്ങനെ ബാക്കിൽ നിന്ന് എടുക്കണം. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചേ. അപ്പോൾ അതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു ബാക്ക് സൈഡ് ഇത് എങ്ങനെ ഇരിക്കും കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എക്സ്ട്രാ നിൽക്കുന്ന നൂലൊക്കെ നമുക്കങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സംഭവം അമ്മുവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. അമ്മുവിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു ഈ കിറ്റ്. നീറ്റ് ആൻറ്റി അമ്മൂന് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു പഞ്ച് നീഡ്ലിങ്ങിൻ്റെ കിറ്റ്. എന്തായാലും അമ്മൂന് ചെയ്യാൻ ഇഷ്ടമുണ്ട്. ചെയ്യാൻ നല്ല എളുപ്പമാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ല എളുപ്പമാണ്. കുട്ടികൾക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പഞ്ച് നീഡ്ലിങ്. അങ്ങനെ നമ്മുടെ ഗ്രീനും യെല്ലോയും ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിനി സ്ട്രോബെറിയുടെ റെഡും കൂടെ ഇവിടെ ചെയ്ത് കൊടുക്കാം. അമ്മു അടുത്ത നീഡിൽ കോർക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ബാക്കിയും കൂടെ നമുക്കിനി ചെയ്യാം. അപ്പോൾ അമ്മു ഇതേ റെഡ് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മറ്റേ ഫുള്ളല്ലാത്ത നൂല് ഇങ്ങനെ ചെറിയ ചെറിയ പീസ് നൂലായതുകൊണ്ട് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് പിന്നെയും കോർത്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് എന്നല്ല. അത് അമ്മൂസ് ചെയ്ത് ഇത്ര ആക്കിയിട്ടുണ്ടേ. കുറച്ച് കുഴപ്പമില്ല, എന്നാലും സെറ്റായിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് അമ്മു ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അപാകതകളൊക്കെ ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫുൾ അമ്മു തീർക്കട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചില നൂലുകളൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമ്മൾ താഴെ നിന്നൊന്ന് വലിച്ചു കൊടുത്താൽ മതി. ഇത് ഇവിടെയൊക്കെ ചില നൂലൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ താഴെ ഭാഗത്തു നിന്ന് അതൊന്ന് വലിച്ച് ടൈറ്റ് ആക്കി മതി. ലൂസ് ആവുന്നതുകൊണ്ടാണ് അതങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. നമ്മൾ താഴെ നിന്ന് വലിച്ച് ടൈറ്റ് ആക്കി കഴിയുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അതേ അമ്മൂസ് ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മു ഫസ്റ്റ് ടൈം ചെയ്തതാണ്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് തോന്നുന്നത്? കുരു കാണുന്നില്ലെന്നേ ഉള്ളൂ. ആ കുരു ഭയങ്കര ഉള്ളിൽ ഭയങ്കര ഇതായിപ്പോയി. അപ്പോൾ
കുറച്ച് നൂലുകളൊക്കെ ദേ ഇവിടെ ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലൊരു മൂർച്ചയിലൊരു സിസേഴ്സ് വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഇതിന്റെ ബാക്ക് ഇരിക്കുന്നത് ഇതേ ഇങ്ങനെയാണ് കേട്ടോ. ഇതിന്റെ ബാക്ക് വശം. അപ്പോൾ ബാക്കും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയിട്ട് ഈ ബാക്കും, അപ്പൊ ബാക്കി ഇങ്ങനെ തൂങ്ങിക്കിടന്ന നൂലുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ളതാണ് ഇത്. അപ്പൊ ഇത് നല്ല രസമാണ് ഇത് കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ടിരിക്കും. അപ്പൊ ഇതൊന്നും കൂടെ കട്ട് ചെയ്ത് ഒന്നും കൂടെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ 2 സൈഡും ശരിക്കും പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദേ അമ്മ ഫസ്റ്റ് ടൈം പഞ്ചനീരിൽ ചെയ്തതാണിത്. അപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല ഫ്ലഫി സൂപ്പറാ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്തൊന്ന് നീറ്റ് ആക്കാനുണ്ട് ഈ വശം. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യണം. അപ്പോൾ ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മറ്റേ സൈഡ് ഇവിടെ കാണും. ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത സൈഡ്. അതിൻ്റെ ബാക്കാണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു ഫസ്റ്റ് ട്രൈക്കുള്ളതൊക്കെ അടിപൊളി ആള് ചെയ്തിട്ടുണ്ട്. വെൽ ഡൺ. അപ്പോൾ എന്താണേലും വെക്കേഷനൊക്കെ അല്ലേ നാട്ടില്. ഇപ്പോൾ ഈ ആഴ്ചത്തോടെ ഇന്നിപ്പോൾ നാളെയും കൂടി എല്ലാവർക്കും ക്ലാസ് ഉണ്ടാവുള്ളൂ. ഫ്രൈഡേ സ്കൂൾ കൂട്ടുമല്ലോ. അപ്പോൾ വീട്ടിലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെക്കേഷൻ ടൈം പാസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ എന്താണേലും എല്ലാവരും കുട്ടികളൊക്കെ എന്താണേലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.